വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഹെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് അഥവാ ഹെമിയോസ്മോട്ടിക് പരികല്പനയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ലൈറ്റ് റിയാക്ഷനിൽ ATP, NADPH എല്ലാം ഉണ്ടാകുന്നു എന്ന് കണ്ടു. NADPH എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി. ATP എങ്ങനെയാണ് ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ഹെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിൽ മനസ്സിലാക്കാൻ പോകുന്നത്. പീറ്റർ മിച്ചൽ എന്ന ശാസ്ത്രജ്ഞൻ 1961 മുന്നോട്ട് വെച്ച ഒരു പരികല്പനയാണത്. അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഹൈപ്പോത്തിസിസ് ടു എക്സ്പ്ലെയിൻ ഹൗ ATP സിന്തസൈസ്ഡ്. ഇത് പീറ്റർ മിച്ചൽ എന്ന ശാസ്ത്രജ്ഞൻ 1961 മുന്നോട്ട് വെച്ച ഒരു പരികല്പനയാണ് ഹെമിയോസ്മോട്ടിക് പരികല്പന. അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് കിട്ടി 1978 കെമിസ്ട്രിയിൽ ലഭിച്ചത്. അപ്പൊ ATP നിർമ്മാണത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു മെംബ്രെയിൻ, അതായത് ഒരു സ്ഥലത്തിന് ഇരുവശത്തും ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ്. എന്താണ് ഗ്രേഡിയന്റ്? അത് ഗാഠത വ്യതിയാനം ഉണ്ടാകും. ഇവിടെ അത് ഇവിടെ നോക്കി ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു തൈലക്കോടാണ്. ഒരു തൈലക്കോട് വലുതായിട്ട് കാണിച്ചിരിക്കുകയാണ്. തൈലക്കോട്, ഇത് തൈലക്കോടിന്റെ അകം ലൂമൻ, പുറമെ എന്താണ്? സ്ട്രോമ ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു സ്ഥലം, ഇവിടെ ഈ സ്ഥലമായിട്ട് കിടക്കുന്ന ഈ ഇത് തൈലക്കോടിന്റെ മെംബ്രെയിൻ. ആ മെംബ്രെയിന്റെ പുറവും അകവും നമ്മൾ നോക്കുമ്പോൾ അകത്ത് പ്രോട്ടോൺ കൂടുതലാണ്, വെളിയിൽ പ്രോട്ടോൺ കുറവാണ്. ഇത്തരത്തിലുള്ള ഒരു ഗ്രേഡിയന്റ് സൃഷ്ടിക്കണം ആദ്യം. ഒരു ഗ്രേഡിയന്റ്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ ഇതുപോലെ എവിടെയുണ്ട്? ശ്വസനത്തില്, നമ്മൾ റെസ്പിറേഷൻ മൈറ്റോകോൺട്രിയയിലും ഇതുപോലെ ഒരു സ്ഥലത്തിന് അപ്പുറവും ഇപ്പുറവും ഒരു ഗ്രേഡിയന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് എടുക്കുമ്പോൾ നമ്മൾ പറയാം അവിടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ്. അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഹെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസിൽ ATP നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യം എന്താണ്? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ്, ഏറ്റക്കുറച്ചിൽ അല്ലേ? ഇവിടെ കൂടുതൽ, വെളിയിൽ കുറവ്. എങ്ങനെയാണ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായത്? 3 രീതിയിലാണ്. അപ്പൊ ലൂമനകത്ത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടി. അതെങ്ങനെയാണ്? 3 രീതിയിലാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, ഇവിടെ ഫോട്ടോലിസ് നടക്കുന്നതിനകത്താണ്. അപ്പൊ പ്രോട്ടോൺ കൂടുതൽ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇതാണ് ഫോട്ടോലിസിസ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ലൂമനകത്ത് തൈലക്കോട്. ഇനി ഇതെന്താണ്? നമ്മൾ നോൺ സൈക്ലിക് ഓട്ടോഫോസ്ഫോറേഷനിലെ PS2 എന്ന ഇലക്ട്രോൺ ഇങ്ങനെ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ PS1 വരുന്നില്ല, അതല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്. എന്താ? പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്, അടുത്തെന്താ? സൈറ്റോക്രോം BF ഉണ്ട്, അടുത്ത പ്ലാസ്റ്റോസൈനിൻ അവസാനം PS1 വരുന്നു. ഈ ഇലക്ട്രോൺ അവസാനം NADP കിട്ടും. NADP ആകുന്നുണ്ട്, ഞാൻ പറയാം. അപ്പൊ ഇവിടെ ഈ ഇലക്ട്രോൺ പാസ് ചെയ്ത് പോകുന്നതോടൊപ്പം എന്താ? ഒരു പ്രോട്ടോൺ അകത്ത് വരും. ഒന്നുകൂടെ ഫോട്ടോസിസ്റ്റത്തിലൂടെ, ഇത് ഫോട്ടോസിസ്റ്റം 2 അല്ലേ, ഇത് ഫോട്ടോസിസ്റ്റം 1 വരുമ്പോൾ ഈ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ സ്ഥലത്തിന് കുറുകെ, ഇവിടെ സ്ഥലം മെംബ്രെയിൻ ഇതല്ലേ, അതിന് കുറുകെ കണ്ടോ പ്രോട്ടോൺ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് മിക്കവാറും സൈറ്റോക്രോം B6F-ലാണ് വരുന്നത് കേട്ടോ. അത് എന്തായാലും സൈറ്റോക്രോം B6 അല്ലേ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൂടെ വന്ന് അത് വഴിയാണ് ഇങ്ങനെ വരുന്നത്. എന്തായാലും അത് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്, ലൂമനകത്ത് പ്രോട്ടോൺ കൂടാനുള്ള കാര്യം എന്താണ്? അപ്പം ഫോട്ടോ സിസ്റ്റത്തിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുമ്പോൾ സ്ഥലത്തിന് കുറുകെ പ്രോട്ടോൺ സംവഹനം ചെയ്യപ്പെടുന്നു. രണ്ടായാലും. മൂന്നാമത്, ഇവിടെ NADPH ആകുന്നുണ്ടല്ലേ, അതിവിടെ സ്ട്രോമ സൈഡിലാണ് ആകുന്നത്. NADPH ആകാൻ എന്തെല്ലാം വേണം? എന്താ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? NADP റിഡക്റ്റേസ് എൻസൈം വേണം അല്ലേ? അപ്പൊ ഈ NADP റിഡക്റ്റേസ് എൻസൈം ഫേസ് ചെയ്യുന്നത് എവിടെയെന്നറിയാം? ഈ തൈലക്കോഡിന്റെ സ്ട്രോമ സൈഡിലോട്ടാണ്. ഒന്നുകൂടെ, അപ്പൊ NADPH ആകാൻ എന്ത് വേണം? NADP റിഡക്റ്റേസ് എൻസൈം ഒക്കെ വേണം. അപ്പൊ ഈ എൻസൈം ഫേസ് ചെയ്യുന്ന അങ്ങോട്ടാണ്? തൈലക്കോഡ്. സ്ട്രോമയിലല്ല,
തൈലക്കോടിന്റെ സ്ട്രോമ സൈഡിലോട്ടാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അപ്പൊ പ്രോട്ടോൺ ഇനി കൂടുന്നതെന്ന് മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഇവിടെ പ്രോട്ടോൺ കുറഞ്ഞാലും മതിയല്ലോ, ഇതിനകത്ത് അപ്പോൾ ഒരു ഗ്രേഡിയന്റ് ഉണ്ടാകുമല്ലോ. അപ്പൊ ഇവിടെ കൂടണം. അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് കാണുന്ന പ്രോട്ടോൺ മാറിയാലും ഇവിടെ നമ്മൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇവിടെ വരും, അകത്ത് കൂടും. കാര്യം ഇവിടെ കുറഞ്ഞാലും മതി, മനസ്സിലായി കാണും. അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് കാണുന്ന പ്രോട്ടോൺ ഇതില് NADP ആയിട്ട് ബൈൻഡ് ചെയ്ത് NADPH ആകും. NADPH ആകാൻ പ്രോട്ടോൺ മാത്രം മതിയോ? ഇലക്ട്രോൺ വേണം. ഇലക്ട്രോൺ അവിടെ കിട്ടിയല്ലോ. ഇവിടെ PS2 ഇവിടെ പ്ലാസ്റ്റോക്വിനോൺ വഴി എന്താ B6 വഴി പ്ലാസ്റ്റോസൈൻ വഴി ഇലക്ട്രോൺ കിട്ടി. അപ്പോൾ അങ്ങനെ NADP become NADPH. ഓക്കെ, ഇതാണ്. അപ്പൊ ഇത് 3 രീതി മനസ്സിലാക്കുക. ഒന്നും കൂടെ, ഈ കെമിയോസ്മോട്ടിക് ഹൈഡ്രോസിൽ ATP ഉണ്ടാകണമെങ്കിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇസ് എ മസ്റ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് 3 രീതിയിലാണ് അതല്ലേ. ഇനി ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റെ പ്രാധാന്യം എന്താണ് ATP സിന്തസിന്? അതായത് ഇങ്ങനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞു, ഇതിന് ATP ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പ്രോട്ടോൺ ഗ്രേഡിയന്റ് വേണം. പക്ഷെ ശരിയാ, പക്ഷേ ഇനി ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ആദ്യം പറഞ്ഞു പ്രോട്ടോൺ ഗ്രേഡിയന്റ് വേണം. ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിലല്ലേ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ഈ പ്രോട്ടോൺ ഈ മെംബ്രെയിനിൽ കാണുന്ന F1 പാർട്ടിക്കിൾ നമ്മൾ ചുരുക്കി പറയും എന്നല്ലേ, F0F1 പാർട്ടിക്കിൾ അല്ലെ, അല്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം, CF0 CF1 പാർട്ടിക്കിൾ. അതിലൂടെ ഈ പ്രോട്ടോൺ ഇവിടെ സ്ട്രോമയിലോട്ട് വരും. അന്നേരം എനർജി റിലീസ് ചെയ്യും. ഒന്നും കൂടെ, ഇവിടെ പ്രോട്ടോൺ കൂടിയത് കൊണ്ടല്ലേ അവിടെ പ്രോട്ടോണിലോട്ട് വെളിയിലോട്ട് വരുന്നത്. അന്നേരം എനർജി റിലീസ് ചെയ്യുന്നത് എന്ത് യൂട്ടിലൈസ് ചെയ്യും? ഈ എന്തുണ്ടാകാൻ? ATP ആകാനായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ F0F1 പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ടായിട്ട് F1 പാർട്ടിക്കിൾ എന്നെല്ലാം പറയും. അപ്പൊ അത് ഒരു പ്രോട്ടോൺ പമ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, മറക്കരുത്. അപ്പോ ഇവിടെ ഈ F0 പാർട്ട് ഇവിടെ എംബഡ് ചെയ്തിരിക്കുന്നത് ആ മെമ്പറൈനിൽ തന്നെയാണ് ഇരിക്കുന്നത്. തരത്തിൽ F1 ആണ് ഇങ്ങോട്ട് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ നോട്ടിലുണ്ട്, വായിച്ചോളാം. ഇത്രയും മനസ്സിലായല്ലോ. അങ്ങനെ ഇതാ ATP കിട്ടിയല്ലോ. അപ്പൊ ATP സിന്തറ്റിക് എൻസൈം അല്ലേ ഇതാ ഈ F0F1 പാർട്ടിക്കിൾ, അത് തന്നെയാണ് പ്രോട്ടോൺ പമ്പ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ATP സിന്തറ്റിക് എൻസൈം ഉപയോഗിച്ചിട്ട് ATP ആയി. എന്തുകൊണ്ടാ? ബിക്കോസ് പ്രോട്ടോൺ സ്ട്രോമയിലോട്ട് വന്നപ്പോൾ എനർജി റിലീസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാനൊന്ന് തിരിച്ച് പറയട്ടെ. നമ്മള് സാറിന് ചിലപ്പോൾ ചോദിക്കും, കെമിയോസ്മോസിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ചോദിക്കും, എന്താ കെമിയോസ്മോസിന് ആവശ്യമായ ഘടകങ്ങൾ? എക്സാം ചോദിക്കും കേട്ടോ. കെമിയോസ്മോസിന് ആവശ്യമായ ഘടകങ്ങൾ ഒരു സ്ഥലം വേണം. ഞാൻ പറഞ്ഞു ഇവിടെ മൈറ്റോകോൺട്രിയ, ഇവിടെ എന്താണ് ശരിക്കും തൈലക്കോടിന്റെ മെമ്പറൈൻ. പിന്നെ എന്താ? ഒരു പ്രോട്ടോൺ പമ്പ് ഏതാണെന്ന് നമ്മൾ കണ്ടു. ദെൻ പ്രോട്ടോണുകളുടെ ഗാഢത വ്യതിയാനം, ദെൻ ATP സിന്തേസിസ്, F0F1 പാർട്ടിക്കിൾ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഇന്ന് മതി. അടുത്ത ക്ലാസ്സിൽ